നമസ്കാരം. റഷ്യയുടെ അത്യാധുനിക അഞ്ചാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് 57 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രതിരോധ മേഖലയിൽ വീണ്ടും സജീവമാകുകയാണ്. എന്നാൽ സുഖോയ്ക്കും അപ്പുറം ഇന്ത്യക്കാർക്ക് പ്രിയപ്പെട്ട മറ്റൊരു റഷ്യൻ കമ്പനിയുണ്ട്. മിഖായോൻ ഗുരേവിച്ച് എന്ന മിഗ്. 2019 ഫെബ്രുവരി 27 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന വ്യോമാക്രമണത്തിനിടയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ MiG-21 ബൈസൺ പാകിസ്ഥാൻ്റെ അത്യാധുനിക F-16 വിമാനത്തെ വെടിവെച്ചിട്ടു എന്നത് വലിയ ചർച്ചകൾക്ക് വഴിമാറിയ ഒരു സംഭവമായിരുന്നു. സാങ്കേതികമായി ഏറെ പിന്നിൽ നിൽക്കുന്ന 1960കളിൽ രൂപകൽപ്പന ചെയ്ത MiG-21 ഉപയോഗിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നായ F-16 തകർത്തുവെന്നത് സൈനിക ചരിത്രത്തിലെ തന്നെ അത്യപൂർവമായ നേട്ടമായാണ് ഇന്ത്യ കണക്കാക്കുന്നത്. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ നയിച്ച MiG-21 വിമാനം പാക് അതിർത്തി ലംഘിച്ചുവന്ന F-16 R-73 മിസൈൽ ഉപയോഗിച്ച് ലക്ഷ്യം വെച്ചതായാണ് ഇന്ത്യൻ വ്യോമസേന വ്യക്തമാക്കിയത്. അതേ മിഗിലേക്ക് ഇന്ത്യ തിരിച്ചു പോകുമോ എന്നാണ് പ്രതിരോധ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. സത്യത്തിൽ വേഗതയുടെ കാര്യത്തിൽ മിഗ് ഡിസൈൻ ബ്യൂറോ പടുത്തുയർത്തിയ സാമ്രാജ്യം സമാനതകളില്ലാത്തതാണ്. 1940കൾ മുതൽ ലോകത്തെ വിറപ്പിച്ച കരുത്തുറ്റ പോർവിമാനങ്ങൾ നിർമ്മിച്ച മിഗ് ബ്യൂറോ ഇപ്പോൾ വേഗതയുടെ എല്ലാ പരിധികളും ലംഘിക്കുവാൻ ഒരുങ്ങുകയാണ്. MiG-25, MiG-31 എന്നീ ഇതിഹാസ വിമാനങ്ങളുടെ പിൻഗാമിയായി MiG-41 എന്ന സൂപ്പർ സോണിക് കരുത്തൻ വരുന്നു എന്ന വാർത്തകൾ ആഗോള പ്രതിരോധ മേഖലയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ശബ്ദത്തേക്കാൾ 4 ഇരട്ടിയിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ വിമാനം യാഥാർത്ഥ്യമാകുന്നതോടെ ആകാശ യുദ്ധങ്ങളുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിക്കപ്പെടും. മിഗ് വിമാനങ്ങളുടെ വേഗതയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ 1964 പുറത്തിറങ്ങിയ MiG-25 ഫോക്സ് ബാറ്റ് ആണ് ഈ നിരയിലെ ആദ്യത്തെ വിസ്മയം. അമേരിക്കയുടെ അത്യാധുനിക നിരീക്ഷണ വിമാനമായ SR-71 ബ്ലാക്ക്ബേർഡിനെ തടയാൻ ശേഷിയുള്ള വേഗതയും 20,700 മീറ്റർ ഉയരത്തിൽ പറക്കാനുള്ള കഴിവും ഇതിനെ വേറിട്ട് നിർത്തി. കേവലം നിരീക്ഷണമല്ല, മറിച്ച് 4 എയർ ടു എയർ മിസൈലുകൾ വഹിച്ചുകൊണ്ട് ശത്രുവിനെ തകർക്കാനുള്ള പ്രഹരശേഷിയും ഇതിനുണ്ടായിരുന്നു. MiG-25 വിജയത്തിന് ശേഷം 1981 എത്തിയ MiG-31 ഫോക്സ് ഹൗണ്ട് സാങ്കേതികമായി മറ്റൊരു വലിയ കുതിച്ചുചാട്ടമായിരുന്നു. ഏത് കാലാവസ്ഥയിലും ശത്രുവിനെ കണ്ടെത്തുവാനും ആധുനിക മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കാനും ശേഷിയുള്ള ഈ വിമാനം MiG-25 കരുത്തുറ്റ ശരീരഘടനയോടും മികച്ച ആയുധ ശേഖരത്തോടെയും കൂടിയാണ് പുറത്തിറങ്ങിയത്. ഈ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും പുതിയ കണ്ണിയാണ് MiG-41. അതീവ രഹസ്യമായി വികസിപ്പിക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ച് റഷ്യൻ പ്രതിരോധ വക്താക്കൾ നൽകുന്ന സൂചനകൾ ആവേശം നൽകുന്നതാണ്. മാക് 4 മുകളിൽ വേഗതയുള്ള ഈ വിമാനം ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ അതിവേഗം ആക്രമണം നടത്താൻ പ്രാപ്തമായിരിക്കും. MiG-31 എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ ആധുനിക യുദ്ധ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ മാറ്റങ്ങളും ഇതിൽ വരുത്തിയിട്ടുണ്ട്. ഈ വിമാനം പൂർണ്ണ സജ്ജമാകുന്നതോടെ ബഹിരാകാശത്തിന് തൊട്ടടുത്തുള്ള ഉയരത്തിൽ പറന്നുകൊണ്ട് മിസൈലുകളെപ്പോലും തകർക്കാൻ ഇതിന് സാധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം MiG-41 എന്ന പദ്ധതി ഏറെ താല്പര്യമുണർത്തുന്ന ഒന്നാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ല് റഷ്യൻ നിർമ്മിത വിമാനങ്ങളാണ്. MiG-21, MiG-29 എന്നീ വിമാനങ്ങൾ ഇന്ത്യൻ ആകാശത്തിന് സുരക്ഷ ഒരുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുമുണ്ട്. നിലവിൽ ഇന്ത്യ ആധുനിക വിമാനങ്ങളായ റഫാലും തേജസും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിവേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ലോങ് റേഞ്ച് ഇൻ്റർസെപ്റ്റർ വിമാനം ഇന്ത്യയുടെ ദീർഘകാല ആവശ്യമാണ്. അതിർത്തിയിലെ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ MiG-41 ഇന്ത്യയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. റഷ്യയുമായി ഇന്ത്യക്കുള്ള ദീർഘകാല പ്രതിരോധ ബന്ധം കണക്കിലെടുത്താൽ ഈ വിമാനം ഭാവിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ചുരുക്കത്തിൽ MiG-41 എന്നത് വെറുമൊരു പോർവിമാനമല്ല, മറിച്ച് മനുഷ്യൻ കൈവരിച്ച സാങ്കേതിക വിദ്യയുടെ ഔന്നത്യമാണ്. വേഗതയും പ്രഹരശേഷിയും സമന്വയിക്കുന്ന ഈ വിമാനം യാഥാർത്ഥ്യമാകുന്നതോടെ ലോകത്തെ ഏറ്റവും കരുത്തുറ്റ വ്യോമസേനകളിൽ ഒന്നായി റഷ്യ മാറും. ഇന്ത്യയെപ്പോലെയുള്ള ഒരു രാജ്യത്തിന് ഇത്തരം അത്യാധുനിക വിമാനങ്ങൾ സ്വന്തമാക്കുന്നത് പ്രതിരോധ മേഖലയിൽ വലിയ മുതൽക്കൂട്ടാകും. MiG-25ഉം 31ഉം ആകാശത്ത് സൃഷ്ടിച്ച വിസ്മയങ്ങൾ MiG-41 ആവർത്തിക്കുമെന്നതും ഭാവിയിലെ ആകാശ പോരാട്ടങ്ങളിൽ ഇതൊരു വിപ്ലവം സൃഷ്ടിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.